ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ SMC ട്രേഡേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഈ ഒരു കാര്യം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും സ്ട്രോങ് ഹൈയിനെ റെസ്പെക്ട് ചെയ്തിരിക്കും. താഴെയുള്ളത് ഒരു ലോ പോയിന്റ്. ഈ ലോ പോയിന്റിന് വീക്ക് ലോ ആണ്. കാരണം എന്താണ് വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ളതാണ് ഒരു ഡൗൺ ട്രെൻഡിൽ. അതേപോലെ തന്നെ നമുക്ക് ഒരു അപ്പ് ട്രെൻഡിലാണെങ്കിൽ അതിന്റെ സ്ട്രോങ് ലോ പോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ വീക്ക് ഹൈ പോയിന്റിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഓരോ വീക്ക് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു സ്വീപ്പ് ആൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഈ സ്വീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വീപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് SMC ട്രേഡേഴ്സിന് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, ലിക്വിഡിറ്റി പോയിന്റ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ലിക്വിഡിറ്റി പോയിന്റിനെ സ്വീപ്പ് ചെയ്യുന്നു, ദെൻ ഒരു ബ്രേക്ക് തരുന്നു. അങ്ങനെ ബ്രേക്ക് തന്നു കഴിയുമ്പോൾ ആ ഒരു ബ്രേക്ക് തരാൻ കാരണക്കാരനായിട്ടുള്ള ഈ ഹൈ പോയിന്റ് സ്ട്രോങ് ആയിരിക്കും. അതിനെ മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഇതേപോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റിൽ ഇതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്വീപ്പ് ആൻഡ് ബ്രേക്ക് നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെയുള്ള ഒരു ലോ പോയിന്റ് ബ്രേക്ക് തന്നിട്ടുണ്ട്. ഈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ക്യാൻഡിൽ ക്ലോസ് നിർബന്ധമാണ്. ഇതിന്റെ മുകളില് ക്യാൻഡിൽ വിക്ക് വന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ആയിട്ട് കൂട്ടില്ല. ഇതിന്റെ താഴെ ഒന്ന് ക്യാൻഡിൽ ക്ലോസ് തരണം. ഓക്കെ, താഴെ ഒന്ന് ക്ലോസ് തന്നു. ഇപ്പൊ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, താഴെ മാർക്കറ്റ് താഴെ ഒന്ന് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ സ്ട്രോങ് ഹൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ഹൈ പോയിന്റ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. ഇനി മാർക്കറ്റിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ സ്ട്രോങ് ഹൈ പോയിന്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് അതിന്റെ റോള്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് താഴെ ഒന്ന് ക്ലോസ് തന്നു. അഗെയിൻ നമ്മൾ ഗ്യാൻ ബോക്സ് ഇട്ട് നോക്കുക ഇതിന്റെ പ്രീമിയം ഡിസ്കൗണ്ട് കൺസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് SMC ട്രേഡേഴ്സിന് പ്രീമിയം ഡിസ്കൗണ്ട് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അറിയില്ലാത്തവരൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ 50% മുകളിലുള്ളതൊക്കെയാണ് പ്രീമിയം ഏരിയാസ്. അപ്പൊ പ്രീമിയത്തിൽ നിന്നാണ് സെല്ല് പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അല്ലാതെ ഈ ഏറ്റവും മുകളിലുള്ള ഓർഡർ ബ്ലോക്കിൽ പോയി ടച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പല SMC ട്രേഡേഴ്സും ഇവിടെ വരുമ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ മാർക്കറ്റ് അവിടെ വരില്ല, അതിന് മുൻപേ തന്നെ മാർക്കറ്റ് ഫാള് തരും. അപ്പൊ ലിക്വിഡിറ്റി, ഇതാണ് ലിക്വിഡിറ്റി പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലിക്വിഡിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇതിപ്പോ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ആകാം, ബ്രേക്കർ ബ്ലോക്ക് ആകാം, ഹിഡൻ സോൺ ആവാൻ, FEG ആവാം, എന്ത് വേണേലും ആകാം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഫാള് തന്നിട്ട് നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു സ്വീപ്പ് കിട്ടിയല്ലോ. നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് വേണം. ബ്രേക്കിന് ഈ ഒരു ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് തന്നെ. നമ്മൾ പഠിച്ചു ഇതിന്റെ ലോ പോയിന്റ് ഒക്കെ, ഇതിന്റെ സ്ട്രോങ് വീക്ക് ലോ പോയിന്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ളതാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സ്വീപ്പ് ആൻഡ് ബ്രേക്ക് കിട്ടി. അപ്പൊ സ്വീപ്പ് ആൻഡ് ബ്രേക്ക് കിട്ടിയ ഏരിയ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ലോ. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു സ്ട്രോങ് പോയിന്റ് ഈ ഒരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ആകുവാണ്. ഓക്കെ, ഈ ഒരു സ്ട്രോങ് പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അപ്പൊ ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നെക്സ്റ്റ്
സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഓക്കെ, മാർക്കറ്റ് ഈ ബ്രേക്ക് തന്നു, ബ്രേക്ക് തന്നതിന് ശേഷം അപ്പൊ നമുക്ക് ഒരു സ്ട്രോങ് ഏരിയ കിട്ടി, സ്ട്രോങ് ഹൈ കിട്ടി. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഏരിയ പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലിക്വിഡിറ്റി പോയിന്റ് ഒന്നുമില്ല. ഇതിപ്പോ 1 അവറിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒബ്വിയസ്ലി ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇനി ഇൻ കേസ് ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്ട്രോങ് പോയിന്റ് പ്രൊട്ടക്ട് ചെയ്യാന്നാണല്ലോ റൂള്. അപ്പോൾ ഈ സ്ട്രോങ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാം. ഓക്കെ, കണ്ടോ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഫാളായി. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് തന്നു. ഇപ്പൊ നമുക്ക് എഗെയിൻ നെക്സ്റ്റ് ഒരു ബ്രേക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ് കിട്ടി. ഏതാണ് നമ്മുടെ നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ്? ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ്. ഓക്കെ, അഗൈൻ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് അഗൈൻ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നു. മാർക്കറ്റിന് ഇപ്പോൾ ഈ ഒരു നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലിക്വിഡിറ്റി നോക്കുന്നത്. അപ്പൊ ലിക്വിഡിറ്റി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ലിക്വിഡിറ്റി. അപ്പൊ മിക്ക SMC ട്രേഡേഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ് കണ്ടു കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നോ ഒക്കെ പോയി എൻട്രി എടുക്കും, സെൽ എൻട്രി എടുക്കും. അത് ഫെയിൽ ആകും. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ട് SL അടിച്ചിട്ട് നമ്മുടെ ഡയറക്ഷനിൽ മിക്കപ്പോഴും പോകാറുണ്ടല്ലോ SMC ട്രേഡ് ചെയ്യുമ്പോൾ. അതിന്റെ ഒരു റീസൺ ഇതാണ്. ഓക്കെ, ലിക്വിഡിറ്റി ഇവിടെ കളക്ട് ചെയ്യുന്നു. ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗൈൻ ഫാൾ ആകുന്നു. നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ്? ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയൊരു ഓർഡർ ബ്ലോക്ക് ആണ് അല്ലേ? അപ്പൊ നമുക്ക് വലിയ ഓർഡർ ബ്ലോക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിഫൈൻ ചെയ്യാം. ഇതിന്റെ 50%, ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ 50%ലേക്ക് നമുക്ക് ഇതിന് ചുരുക്കാം. ഓക്കെ, ചുരുക്കി കഴിഞ്ഞിട്ട് ആ 50%ൽ നിന്ന് എൻട്രി എടുക്കാം. കണ്ടോ, കറക്റ്റ് 50% ടാപ്പായിട്ട് മാർക്കറ്റ് അഗൈൻ നമുക്കൊരു ബ്രേക്ക് തന്നു. ഓക്കെ, ഇവിടെ ബ്രേക്ക് തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അഗൈൻ സ്വീപ്പ് ആൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ബ്രേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇവിടെ ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഹൈ പോയിന്റ്, ഈ സ്ട്രോങ് ഹൈ പോയിന്റ് അഗൈൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. ഈ ഒരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം മാർക്കറ്റ് എന്താ കാണിച്ചത്? അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്. ഇനി ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മാർക്കറ്റ് അഗൈൻ ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് തന്നേക്കുന്നത്. ഇവിടെ വിക്ക് വന്നിട്ട് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ട് കൂട്ടില്ല. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയേക്കുന്നത്. അപ്പോൾ അഗൈൻ മാർക്കറ്റ് അതിന്റെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നു, അഗൈൻ ഫാൾ ആകുന്നു. ഓക്കെ, നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക് സോൺ ഉണ്ട് അല്ലേ? ഇതിന്റെ അൺമിറ്റിഗേറ്റഡ് വിക്ക് സോൺ ഇതാണ് ലിക്വിഡിറ്റിയുടെ മുകളിൽ കിടക്കുന്ന നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിനുശേഷം മാർക്കറ്റ് അഗൈൻ ബ്രേക്ക് തരുന്നു. ഈ ബ്രേക്ക് തന്നപ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ് അഗൈൻ ചേഞ്ച് ആവുകയാണ്. ഈ ഒരു ഏരിയയിലേക്ക് സ്ട്രോങ് പോയിന്റ് ചേഞ്ച് ആവുന്നു. ഓക്കെ, അഗൈൻ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എന്താ ബ്രേക്ക് തരുന്നത്. നമുക്കറിയാം ഈ ഒരു സ്ട്രോങ് പോയിന്റ് ഇവിടെ സ്ട്രോങ് പോയിന്റ് പ്രൊട്ടക്ട് ചെയ്യുമെന്നും അറിയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെയുള്ള ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് നോക്കും. പക്ഷെ മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വരില്ല. അതിനു മുമ്പേ മാർക്കറ്റ് റിവേഴ്സ് ആകും. കാരണം എന്താ? മാർക്കറ്റിന് എല്ലാ ഓർഡർ ബ്ലോക്കിലേക്കും വന്ന ഓർഡേഴ്സ് കളക്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. മാർക്കറ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക, ദെൻ ഫാൾ ആവുക. ഓക്കെ, ലിക്വിഡിറ്റി കളക്ട് ആവുക, ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഏതാണ് ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഇതാണ് ഈ അൺമിറ്റിഗേറ്റഡ് വിക്ക് സോൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഓക്കെ, അൺമിറ്റിഗേറ്റഡ് വിക്സ് ഓൺ. അഗെയിൻ മാർക്കറ്റ് സ്വീപ്പ് ആൻഡ് ബ്രേക്ക് തരുന്നു. ബ്രേക്ക് തരുമ്പോൾ നമ്മുടെ അഗെയിൻ സ്ട്രോങ് പോയിന്റ് ഷിഫ്റ്റ് ആകുന്നു. ഓക്കെ, സ്ട്രോങ് പോയിന്റ് അങ്ങോട്ട്, ഇവിടെയുള്ള സ്ട്രോങ് പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവണം. ഇതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ സ്ട്രോങ് ഹൈ പോയിന്റ് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലേ? പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഉണ്ടാക്കിയതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലിക്വിഡിറ്റി നോക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി വിസിബിൾ അല്ല. അപ്പൊ ലിക്വിഡിറ്റി വിസിബിൾ അല്ലാത്ത സമയത്ത് മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് ഓരോ സിങ്ക് പോയിന്റുകളാണ് ലിക്വിഡിറ്റി എന്ന് അറിയാലോ. ഇതൊക്കെ മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പൊ ഈ ലിക്വിഡിറ്റി ആണെങ്കിൽ പോലും ഇത് എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും SMC ട്രേഡേഴ്സ് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ല് കൊടുക്കും. എന്നിട്ട് അത് SL അടിക്കും. എന്നിട്ടാണ് മാർക്കറ്റ് അതിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതുണ്ടോ, നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഈ ഒരു വിക്സ് ഓൺ ആണ്, അൺമിറ്റിഗേറ്റഡ് വിക്സ് ഓൺ ആണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്. കണ്ടോ, മാർക്കറ്റ് അതും പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ സ്ട്രോങ് പോയിന്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇതേപോലെ തന്നെയാണ് അപ് ട്രെൻഡിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് ക്ലാസ് വരുന്നത് SMT നെ പറ്റിയായിരിക്കും, സ്മാർട്ട് മണി ട്രാപ്പ്. കാരണം SMC ട്രേഡേഴ്സ് മിക്കപ്പോഴും ട്രാപ്പ് ആവാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് അതിന് ഒരു കേസ് 1 കേസ് 2 എന്ന് പറയുന്ന ഒരു മോഡൽസ് ഉണ്ട്. ഈ മോഡൽസ്, ഈ ഒരു പാറ്റേൺസ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ഈ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് SMCയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ SL അടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ SMT പോയിന്റിൽ പോയിട്ട് എൻട്രി എടുക്കും. SMC ട്രേഡേഴ്സ് തന്നെ സ്മാർട്ട് മണി ട്രാപ്പിൽ പോയിട്ടാണ് എൻട്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡിറ്റി ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.